നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ മഹത്തായ ജനാധിപത്യ രീതിയെ തകിടം മറിക്കാനും ഇന്ത്യയിൽ ലിഖിത ഭരണഘടനയെ അട്ടിമറിക്കാനും ശ്രമിച്ചുകൊണ്ട് വർഗീയ ശക്തികൾക്ക് വളക്കൂറായി മാറിക്കൊണ്ടിരിക്കുന്ന ഭാരതത്തിൻ്റെ ഒട്ടുമിക്ക പ്രദേശങ്ങളെയും അതിൽ നിന്ന് മുക്തീകരിക്കുവാൻ AICC അസാമാന്യ പോരാട്ടം നടത്തേണ്ടതിൻ്റെ അനിവാര്യത ഇന്ത്യ മുന്നണിയിലെ പ്രതിപക്ഷ കക്ഷി രാഷ്ട്രീയ പാർട്ടികൾ തുറന്നു കാണിക്കുകയാണ്. കോൺഗ്രസ് തങ്ങളെ നയിച്ചാൽ മാത്രമേ 2029 സർക്കാർ രൂപീകരിക്കാൻ പ്രതിപക്ഷം എന്ന രീതിയിലുള്ള ഇപ്പോഴത്തെ പോരാട്ടത്തിന് ഊർജിതമാവുകയുള്ളൂ. അതിന് UPA എന്ന സംവിധാനം തിരികെ കൊണ്ടുവരണമെങ്കിൽ അതിനും തങ്ങൾ തയ്യാറാണ് എന്നുള്ളതാണ് ഘടകകക്ഷികൾ കോൺഗ്രസിനോട് അറിയിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ ഇന്ത്യ മുന്നണി എന്ന ആവശ്യം ഉദിക്കുന്നത് വാസ്തവത്തിൽ 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അതിൻ്റെ ഉദ്ദേശം നിറവേറ്റപ്പെട്ടു ഏറെക്കുറെയെങ്കിലും എന്നത് തന്നെയാണ്. അതുകൊണ്ടാണ് ജയ് സംവിധാൻ എന്ന് പ്രതിപക്ഷത്തെ ഓരോ MP-മാരും പറയുമ്പോൾ അത് സംഘപരിവാറിൻ്റെ മുഖത്തേറ്റ അടി പോലെയാകുന്നത്. ഓരോ രാഷ്ട്രീയ പാർട്ടികളും സ്വീകരിക്കുന്ന നയങ്ങൾ അതിൻ്റെ അന്തസത്ത ഉൾക്കൊണ്ട് തന്നെയാണ് കോൺഗ്രസ് ഇന്നേ വരെ പെരുമാറിയിട്ടുള്ളത്. ഒരു രാഷ്ട്രീയ പാർട്ടിയെയും തള്ളിപ്പറയാനോ അവരെ മോശമായി കണക്കാക്കാനോ കോൺഗ്രസ് ശ്രമിച്ചിട്ടില്ല. അതാണ് BJPയിൽ നിന്നും കോൺഗ്രസിനെ വ്യത്യസ്തമാക്കുന്ന ഏറ്റവും വലിയ ഫാക്ടർ. ഇന്ത്യ മുന്നണിയിലെ സഖ്യകക്ഷികൾ വരെ അത് തുറന്ന് സമ്മതിച്ചിട്ടുണ്ട്. നിതീഷ് കുമാർ പരസ്യപ്പെടുത്തിയിട്ടുണ്ട്, കോൺഗ്രസ് തങ്ങളുടെ രാഷ്ട്രീയ പാർട്ടി ഒരിക്കലും നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല. എന്നാൽ BJP പലതവണയായി ഐക്യ ജനതാദളിൻ്റെ വിശ്വാസ്യതയെ തകർത്തുകൊണ്ടുള്ള ശ്രമങ്ങൾ നടത്തിയതിന് നിതീഷ് കുമാർ പലതവണയായി അവരോട് പിണങ്ങി NDA വിട്ട് മഹാഗഡ്ബന്ധൻ ക്യാമ്പിലെത്തിയിട്ടുണ്ട്. ഇതൊരു ഉദാഹരണം മാത്രമാണ്. ഈ രാജ്യത്ത് ദക്ഷിണേന്ത്യ എന്നും ഉത്തരേന്ത്യ എന്നും വിഭജിക്കാൻ മാനസികപരമായി പ്രേരിപ്പിക്കുന്ന തരത്തിൽ അത്തരത്തിലൊരു അലിഖിത വിഭജനം വരെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് BJP. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളോട് കാണിക്കുന്ന അനീതി, അവർക്ക് ഒരു രീതിയിലും വികസനത്തിന് വേണ്ടി ബജറ്റിൽ കേന്ദ്രവിഹിതം വിലയിരുത്താതെ അവരെ നിലവാരമില്ലാത്ത സംസ്ഥാനങ്ങളാക്കി കണക്കാക്കുന്നു. അവരിലെ ജനാധിപത്യ ബോധമാണ് സ്റ്റാലിൻ്റെ ഈ ഡീലിമിറ്റേഷനെതിരെയുള്ള വലിയ പോരാട്ടം കാഴ്ചവെക്കുന്നത്. ലോക്സഭയിലെ സീറ്റുകൾ ആനുപാതികമായി ദക്ഷിണേന്ത്യയിൽ വർദ്ധിപ്പിക്കാതിരുന്നാൽ ദക്ഷിണേന്ത്യൻ പ്രാതിനിധ്യം സമ്പൂർണമായും കുറയ്ക്കാൻ വേണ്ടിയുള്ള രാഷ്ട്രീയ കുടിലതന്ത്രം, ഇതെല്ലാം ഉൾക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ AICC നേതൃത്വം 2029 മിഷൻ ആരംഭിക്കുന്നതിന് വേണ്ടി ദേശീയ തലത്തിൽ വൻ അഴിച്ചുപണിക്ക് തയ്യാറെടുക്കുന്നത്. ദേശീയ തലത്തിൽ 2 പ്രധാനപ്പെട്ട സ്ഥാനത്ത് മാറ്റങ്ങൾ അനിവാര്യമാണ്. ഒന്ന്, ജനറൽ സെക്രട്ടറി പദത്തിൽ ഇരിക്കുന്ന വ്യക്തി KC വേണുഗോപാലാണ്. അവിടെ ഒരു മത്സരം ഇനി അനിവാര്യമാണ്. KCക്കായിരുന്നാലും മത്സരിച്ച് മാത്രം ആ തസ്തികയിലേക്ക് വരിക. മറ്റൊന്ന് എന്ന് പറയുന്നത് അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പ്. ഒരുപക്ഷെ ഖാർഗെ ഏറ്റവും ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും തിരഞ്ഞെടുപ്പ് അനിവാര്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യ മുന്നണി എന്നത് UPA സംവിധാനത്തിലേക്കാകാൻ അധിക നാൾ വേണ്ടിവരില്ല എന്ന് സാരം.